ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ A1-ൻ്റെ ലേസൺ എത്ര സിമ്പിളായിട്ട് വായിച്ച് മനസ്സിലാക്കാം, അതുപോലെ തന്നെ എങ്ങനെ മാർക്ക് സ്കോർ ചെയ്യാം, നല്ല മാർക്ക് സ്കോർ ചെയ്യാം, അതിനുള്ള കുറച്ച് ട്രിക്സാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഇതിൽ കാണിക്കുന്ന ഈ പാരഗ്രാഫ് വായിച്ചതിന് ശേഷം പിന്നെ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ ആ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നമുക്ക് അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാം. Zu meiner Familie gehören 4 Personen. Die Mutter bin ich und dann gehört natürlich mein Mann dazu. Wir haben 2 Kinder, einen Sohn, der 6 Jahre alt ist und eine 3-jährige Tochter. ഒരു സെൻറ്റൻസ് വായിക്കുമ്പോൾ ആദ്യം സബ്ജക്റ്റ്, പിന്നെ വെർബ്, അത് രണ്ടും കണ്ടുപിടിക്കണം. പിന്നെ നമുക്ക് അത് കൂട്ടി വായിക്കാൻ എളുപ്പമായിരിക്കും. Zu meiner Familie gehören 4 Personen. അപ്പോൾ മൈനർ ഫാമിലിയെ എന്ന് പറയുന്നത് സബ്ജക്റ്റ്, ഗെഹ്യോറൻ എന്ന് പറയുന്നത് ബിലോങ്സ് ടു എന്ന് പറയുന്ന വെർബ് സെക്കൻഡ് പൊസിഷനാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ എടുക്കാം. There are 4 persons in my family. Die Mutter bin ich und dann gehört natürlich mein Mann dazu. I am the mother and of course my husband belongs to my family. ഇവിടെ ദൻ എന്ന മീനിങ് വരുന്നത് ഇംഗ്ലീഷിൽ ദെൻ എന്നാണ്. ഗെഹ്യോർട്ട് എന്ന് പറയുമ്പോൾ ബിലോങ്സ് ടു. പിന്നെ അത് കൂടാതെ തന്നെ ദസു എന്ന് പറയുമ്പോൾ ആസ് എ പാർട്ട് ഓഫ് മൈ ഫാമിലി. ഇപ്പോൾ നമ്മൾ A1-ൽ പഠിക്കുന്ന സമയത്ത് എല്ലാ വേർഡിൻ്റെയും മീനിങ് പഠിക്കണം. ഈവൻ സിമ്പിളായിട്ടുള്ള എന്തും അത് A1-ൽ തന്നെ പഠിച്ച് മുന്നോട്ട് പോകുമ്പോഴേ B1 ഒക്കെ എത്തുമ്പോഴേക്ക് നമുക്ക് പെർഫെക്റ്റായിട്ട് വൊക്കാബുലറി ഗ്രാസ്പ് ചെയ്തിട്ട് സെൻറ്റൻസ് സ്ട്രക്ചർ ആണെങ്കിലും അത് മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റത്തുള്ളൂ. Wir haben 2 Kinder. ഞങ്ങൾക്ക് 2 കുട്ടികളുണ്ട്. einen Sohn, der 6 Jahre alt ist. അപ്പം ഒരു മകനാണുള്ളത്, 6 വയസ്സായിട്ടുണ്ട്. und eine 3-jährige Tochter. അതുകൂടാതെ പിന്നെ 3 വയസ്സുള്ള ഒരു മകളാണ് ഉള്ളത്. natürlich എന്ന് പറയുകയാണെങ്കിൽ ഓഫ് കോഴ്സ് എന്നാണ് മീനിങ്. എല്ലാത്തിൻ്റെ മീനിങ്ങും അറിയാത്തതാണെങ്കിൽ എഴുതി വയ്ക്കുക, നോട്ട് ചെയ്യുക, പഠിക്കുക. അപ്പോൾ അത് ഈസി ആയിരിക്കും. ഇതിൽ റിലേറ്റീവ്സ് ആർട്സ് ഉപയോഗിച്ചിട്ടുണ്ട്. അത് einen Sohn, der 6 Jahre alt ist എന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പോൾ ആ സൊന്നിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ദേർ എന്ന് പറയുന്നത് അത് റിലേറ്റീവ്സ് ആർട്സ് ആണ്. അപ്പോൾ സെൻറ്റൻസ് പഠിക്കുന്ന സമയത്ത് അതിൽ ഏതൊക്കെ ഗ്രാമറാണ് യൂസ് ചെയ്തിട്ടുള്ളതെന്നും കൂടി നോക്കണം. അതും കൂടെ നോക്കി വെക്കുമ്പോൾ പിന്നീട് നമുക്കത് സ്പീക്കിങ്ങിലേക്ക് ഉപകാരപ്രദമായിരിക്കും. Wir wohnen in einem kleinen Haus mit einem Garten. We live in a small house with a garden. ഇപ്പോൾ വിയർന്ന് വന്നതുകൊണ്ട് അവിടെ വെർബ് കോൺജുഗേഷൻ വോണൻ വന്നു. പിന്നെ അതിന് ക്ലൈനൻ ഹൗസ്, അത് അക്കുസാറ്റീവിലേക്ക് പോയി, അതുകൊണ്ടാണ് അവിടെ ക്ലൈനൻ ഹൗസ് എന്ന് വന്നത്. മിറ്റ് ഐനം ഗാർഡൻ വിത്ത് എ ഗാർഡൻ. മിറ്റ് ഡാറ്റീവ് പ്രപ്പോസിഷൻ വന്നതുകൊണ്ടാണ് അവിടെ ഗാർഡൻ എന്ന് പറയുന്നത് മസ്കുലിനാണ്, അതുകൊണ്ട് അവിടെ ഐനം എന്ന് വന്നത്. അപ്പോൾ സെൻറ്റൻസ് വായിക്കുമ്പോൾ നമ്മൾ അതെങ്ങനെയാണ് വന്നതെന്നും കൂടി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ സ്പ്രഹനും ഹെൽപ്പ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ റൈറ്റിങ്ങിനും എല്ലാം ഹെൽപ്പ് ഉണ്ടായിരിക്കും. നമുക്ക് പെട്ടെന്ന് ഇമ്പ്രൂവ് ചെയ്യാനും പറ്റും. ഡോർട്ട് können die Kinder ein bisschen spielen. Die Kinder can play there a little എന്നാണ് അതിൻ്റെ മീനിങ് വരുന്നത്. അപ്പോൾ ഇതിൽ സബ്ജക്റ്റ് വരുന്നത് ദി കിൻഡർ. അതിൽ വെർബ് ഏതാ വരുന്നത്? മൊഡാൽ വെർബാണ്. ക്യൊന്നനും വരുന്നുണ്ട്, സ്പീലനും വരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് വെർബായിട്ട് നമ്മൾ ക്യൊന്നനാണ് യൂസ് ചെയ്യുന്നത്. ഇൻഫിനിറ്റീവ് അമെൻറ്റേൽ സ്പീലനാണ് വരുന്നത്. പിന്നെ അതുപോലെ ഡോർട്ട് എന്ന് പറയുമ്പോൾ രണ്ട് വേർഡ് ഉപയോഗിക്കുന്നുണ്ട്. ഡോർട്ട് എന്ന് പറയുമ്പോൾ ദേർ എന്നാണ് മീനിങ്, അവിടെ. അതുപോലെ ദ എന്ന DA ദ, അതിനും മീനിങ് വരുന്നത് ദേറാണ്. അതിൻ്റെ ഡിഫറൻസും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഡോർട്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരെയുള്ള സ്ഥലത്തിനെ കുറിച്ച് നമ്മൾ അവിടെ എന്ന് ഉദ്ദേശിച്ച് പറയുവാണെങ്കിൽ ഡോർട്ട് ഉപയോഗിക്കും. പക്ഷേ അടുത്തുള്ള സ്ഥലമാണ് വരുന്നതെങ്കിൽ നമ്മളവിടെ ദ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. അതാണ് അതിൻ്റെ വ്യത്യാസം. Unser Sohn kommt bald in die Schule. Unsere Tochter geht noch eine Zeit lang in den Kindergarten. Our son will start school soon. അപ്പോൾ ഇത് ശരിക്കും ഫ്യൂച്ചറിലാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. അവർ സോൺ മീൻസ് സൺ വിൽ സ്റ്റാർട്ട് സ്കൂൾ സൂൺ. ഇത് നമ്മൾ ഇംഗ്ലീഷിലാണെങ്കിലും പഠിക്കുന്നുണ്ട്. സിമ്പിൾ പ്രസൻറ്റ്, അടുത്ത ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ ഫ്യൂച്ചറിലും പറയാം. അതുപോലെയാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഞാൻ ഇംഗ്ലീഷായിട്ട് താരതമ്യം ചെയ്യുകയല്ല, പ്രസൻറ്റിലാണ് നമ്മൾ ഈ പറഞ്ഞത് മുഴുവനും എഴുതിയേക്കുന്നത്. പക്ഷേ അതിൻ്റെ മീനിങ് എടുക്കുമ്പോൾ നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അവർ സൺ വിൽ സ്റ്റാർട്ട് സ്കൂൾ സൂൺ. അവർ
ഡോട്ടർ വിൽ കണ്ടിന്യൂ ഗോയിങ് ടു കിൻഡർ ഗാർഡൻ ഫോർ സം ടൈം. അപ്പോൾ ഇതിൽ കണ്ടോ, ഉൺസറെ ടോട്ടർ ഗേറ്റ്, അതും പ്രസൻറ്റിലാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ടോട്ടർ എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ടാണ് അവിടെ കോൺജുഗേഷൻ ഗേഹൻ എന്ന വെർബിൻ്റെ ഗേഹ്റ്റ് എന്ന് വന്നത്. അങ്ങനെ അതിൻ്റെ മീനിങ് അങ്ങനെയാണ് എടുക്കുന്നത് കേട്ടോ. മൈനെ കിൻഡർ സിന്ത് ആം നാഹ് മിറ്റാഗ് സു ഹൗസേ. മൈ കിൻഡർ ആർ അറ്റ് ഹോം ഇൻ ദി ആഫ്റ്റർനൂൺ എന്നാണ് അതിൻ്റെ മീനിങ് വരുന്നത്. മൈനെ കിൻഡർ, കിൻഡർ എന്ന് പറയുന്നത് പ്ലൂറലാണ്, എൻ്റെ കുട്ടികൾ. അതുകൊണ്ട് അവിടെ പ്ലൂറൽ വന്നതുകൊണ്ടാണ് അവിടെ മൈനെ എന്ന് വന്നത്. സിന്ത്, സിന്ത് എന്ന് പറഞ്ഞാൽ 6, നാഹ് മിറ്റാഗ് എന്ന് പറഞ്ഞാൽ ആഫ്റ്റർനൂൺ, സു ഹൗസേ എന്ന് പറഞ്ഞാൽ അറ്റ് ഹൗസ്. അപ്പോൾ അതിൻ്റെ മീനിങ് എടുക്കുന്നത് അങ്ങനെയാണ്. സബ്ജക്റ്റ് വരുന്നത് മൈനെ കിൻഡർ, വെർബ് വരുന്നത് സിന്ത്. അപ്പോൾ സബ്ജക്റ്റും വെർബ് എടുത്തു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് കൂട്ടി അതിൻ്റെ മീനിങ് എടുക്കാനും എളുപ്പമായിരിക്കും. ഇത് ഞാൻ തുടക്കക്കാർക്കാണ് പറയുന്നത്. ഇപ്പോൾ B2 B1 ഒക്കെ ആയവർക്ക് ഇതൊക്കെ വെരി സിമ്പിളായിരിക്കും. സോ ആർബൈറ്റ് ഇഷ് അവർ ഹാൾബ് ടാക്സ്. സോ ഐ വർക്ക് ഓൺലി പാർട്ട് ടൈം. എന്തുകൊണ്ടാണ് ഞാൻ പാർട്ട് ടൈമായിട്ട് വർക്ക് ചെയ്യുന്നത്? എൻ്റെ കുട്ടികൾ ആഫ്റ്റർനൂൺ വീട്ടിൽ തന്നെ കാണും, അതുകൊണ്ടാണ് ഞാൻ പാർട്ട് ടൈമായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇങ്ങനെയൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ആൻസർ നമുക്ക് കണ്ടുപിടിക്കാം. Eigentlich gehören zu unserer Familie auch noch die Großeltern. Actually, grandparents are also a part of our family. Eigentlich എന്ന് പറയുമ്പോൾ ആക്ച്വലി, ഗഹ്യോറൻ ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു ബിലോങ്സ് ടു, ഉൺസറർ ഫമീലിയെ, ഉൺസറർ ഫമീലിയെ, ഫമീലിയെ ഫെമിനിനാണ്, അതുകൊണ്ടാണ് അവിടെ സു എന്ന് പറയുന്നത് ഡാറ്റീവാണ്, പ്രപ്പോസിഷനാണ്, അതുകൊണ്ടാണ് അവിടെ ഫമീലിയെ ഫെമിനിൻ ആയതുകൊണ്ട് ഉൺസറർ എന്ന് വന്നത്. അതൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ സി വോണൻ നിഷ്ട് ബൈ ഉൺസ്. സി എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ആരെയാണ്? ഗ്രോസെൽട്ടൻ, ഗ്രാൻഡ് പാരൻസ്. ഗ്രാൻഡ് പാരൻസ് ഇപ്പം ഞങ്ങളുടെ കൂടെയല്ല താമസിക്കുന്നത്. സി ഹാവൻ ഐൻ ഹൗസ് ഇൻ ദെയർ നെയെ. അവർക്ക് ഒരു വീട് അതിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. ദി കിൻഡർ ഗേയൻ സി ഓഫ്റ്റ് ബെസ്യുവൻ. കുട്ടികൾ പലപ്പോഴും അവരെ വിസിറ്റ് ചെയ്യാൻ പോകാറുണ്ട്, അല്ലെങ്കിൽ പോകുന്നു എന്നുള്ള മീനിങ്ങിലാണ് ഇവിടെ പറയുന്നത്. അതിലൊന്നാമത്തെ ക്വസ്റ്റ്യൻ, വി ഫീൽ എ പേഴ്സോൺ ഹാറ്റ് ദി ഫാമിലിയെ. അപ്പോൾ ആ ഫാമിലിയിൽ എത്ര പേരാണുള്ളത്? ഫിയർ. ഓൾറെഡി അതിനകത്ത് പറയുന്നുണ്ട്, ഞാൻ, എൻ്റെ ഹസ്ബൻഡ്, 2 കുട്ടികളെന്ന്. അപ്പോൾ ആൻസർ ഫിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വോ വോണ്ട് ദി ഫാമിലിയെ. അപ്പം ഈ ഫാമിലി എവിടെയാണ് താമസിക്കുന്നത്? ഇൻ ഐനം ക്ലൈനൻ ഹൗസ് എന്ന് ആ പാരഗ്രാഫിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ ഇൻ ഐനം ഹൗസ്. ക്ലൈനൻ ഇതിൽ പറഞ്ഞിട്ടില്ല, ഇൻ ഐനം ഹൗസ് എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ. തേർഡ് ക്വസ്റ്റ്യൻ, ഹാവൻ സി കിൻഡർ. ഡു യു ഹാവ് കിൻഡർ. നിങ്ങൾക്ക് കുട്ടികളുണ്ടോ എന്നാണ് അതിൻ്റെ ക്വസ്റ്റ്യൻ വരുന്നത്. അതിന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് യാ, സ്വൈ കിൻഡർ, 2 കുട്ടികളാണ് ഉള്ളത് എന്നുള്ളത്. അപ്പോൾ അതാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആർബൈറ്റ് അറ്റ് ദി മുട്ടർ. ഡസ് ദ മദർ വർക്ക് എന്നാണ് അതിൻ്റെ മീനിങ് വരുന്നത്. ഇതൊരു യാ ഓർഡർ 9 ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ആൻസർ വരുന്നത് യാ, ആബർ നുവർ ഹാൽറ്റാക്ക്. ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ പാർട്ട് ടൈമാണ്. അതിൽ പറഞ്ഞിരുന്നു ആഫ്റ്റർനൂണിൽ കുട്ടികൾ വീട്ടിലുണ്ടായിരിക്കും, അതുകൊണ്ട് ഞാൻ പാർട്ട് ടൈമാണ് വർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് യാ, ആബർ നുവർ ഹാൽറ്റാക്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വേർ ഗഹ്യോട്ട് നോസ് യുവർ ഫാമിലിയെ. ഹൂ ബിലോങ്സ് ടു ദെയർ ഫാമിലി. ഫാമിലി എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അതിൽ ആൻസറിൽ നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് ഏതാണെന്ന് നോക്കാം. അതിന് കാറ്റ്സേ, ഒരു ക്യാറ്റാണോ? അതിന് ക്ലൈനർ ഹുണ്ട്, ഒരു സ്മോൾ ഡോഗാണോ? ഓമ ആൻഡ് ഉണ്ട് ഒപ്പ. പിന്നെ ഒങ്കൽ ഉണ്ട് ടാൻഡേ. ഓമയും ഒപ്പയുമാണോ അതോ അങ്കിളും ആൻറ്റിയുമാണോ? ഇതിലേതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? ഗ്രാൻഡ് പാരൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതായിരിക്കും അതിൻ്റെ കറക്റ്റ് ആൻസർ? ഓമ ഉണ്ട് ഒപ്പ. A1 ലേസൻ്റെ ഒരു ചെറിയ പോർഷൻ നമ്മൾ വായിച്ചിട്ട് അതിൻ്റെ ആൻസർ കണ്ടുപിടിച്ചു. ഇനി ഇതുപോലെയുള്ള വീഡിയോ കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, കാണാൻ മറക്കല്ലേ. ഇനി ഏത് ടൈപ്പ് വീഡിയോ ആണ് വേണ്ടതെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതിയേ.